വർഗവഞ്ചകൻ പരാമർശങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ച് G സുധാകരൻ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെ തോൽപ്പിച്ച MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല. കൂടുതൽ തെറ്റിലേക്ക് പോകുന്നയാൾ എങ്ങനെ മറ്റുള്ളവരെ തിരുത്തുമെന്ന് G സുധാകരന്റെ ചോദ്യം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് CPM ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണൻ വിമർശിച്ചു. പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് സുധാകരനായാലും ഈ പറയുന്ന TK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞികൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറിയുടെ ഈ പരാമർശമാണ് G സുധാകരനെ ചൊടിപ്പിച്ചത്. വർഗവഞ്ചകൻ എന്ന കുറ്റപ്പെടുത്തലിൽ ഇന്ന് MV ഗോവിന്ദനെതിരെ തുറന്നടിച്ചായിരുന്നു മറുപടി. മൂഷാവർഗത്തിന് അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് അല്ലെങ്കിൽ മുതലാളി വർഗത്തിന് സന്തോഷമുണ്ടാക്കി സ്വന്തം വർഗത്തെ പരാജയപ്പെടുത്തുന്ന ആളാണ് വർഗത്തെ വഞ്ചിക്കുന്നതെങ്കിൽ ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. സൈദ്ധാന്തികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ, പ്രായോഗികമായി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചു. പാർട്ടിയുടെ അധപ്പതനത്തിന് കാരണക്കാരനായ MV ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും G സുധാകരൻ. അതേസമയം രാഷ്ട്രീയമായ വിയോജിപ്പുകളുണ്ടെങ്കിലും ഇപ്പോഴും പിണറായിയോടുള്ള സ്നേഹം G സുധാകരൻ മറച്ചുവെച്ചില്ല. പിണറായിക്ക് പവറിനൊന്നും ഒരു കുറവില്ല. കേരളത്തിലെ മോസ്റ്റ് പവർഫുൾ ആയ രാഷ്ട്രീയ നേതാവായി പദ്ധതി സുഖമില്ല. ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഗോവിന്ദനെ പോലുള്ളവരല്ലേ കൂടെ നിൽക്കുന്നത്. പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പണ്ട് ഞങ്ങളുണ്ടായിരുന്നു പ്രൊട്ടക്ട് ചെയ്യാൻ. എത്ര പേരുണ്ടായിരുന്നു ഞങ്ങൾ. കൂടെ ഉള്ളവരെ ചുമക്കേണ്ട ബാധ്യതയാണ് ഇപ്പൊ പിണറായിക്ക് വന്നിരിക്കുന്നത്. ആ ഗതികേടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് CPIM ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണനും ആരോപിച്ചു. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നും കുഞ്ഞികൃഷ്ണൻ. ഒന്നും പഠിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണ്. പരാജയത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിന് പകരം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാനുള്ള ഒരു പരിശ്രമമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.